നക്ഷത്രക്കാർ ആദിശൂലത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫലം ദോഷപ്രദമാണ്. എല്ലാ കാര്യത്തിലും കൂടുതലായ ജാഗ്രത വേണ്ടതായൊരു സമയമാണിത്. തൊഴിലിടങ്ങളിൽ പ്രതീക്ഷിക്കാത്ത ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ആത്മാർത്ഥ സുഹൃത്തിന്റെ അവസരോചിതമായിരിക്കുന്ന ഇടപെടലുകൾ നിമിത്തമായിട്ട് പ്രയാസങ്ങൾക്ക് കുറവ് വരുന്നതാണ്. പുതിയ ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ ശ്രമിക്കുന്നതാണ്. കർമ്മരംഗത്തിൽ അപവാദങ്ങൾക്ക് സാധ്യത കാണുന്നത് കൊണ്ട് തന്നെ കൂടുതൽ കരുതൽ വേണ്ടതായുണ്ട്. കുടുംബക്കാരുടെ പിന്തുണ പല ഘട്ടങ്ങളിലും ആശ്വാസമേകുമെങ്കിൽ കൂടിയും പങ്കാളിയുമായിട്ട് ഇടയ്ക്കിടെ അഭിപ്രായ ഭിന്നത ഉണ്ടാകുവാനും ഇട കാണുന്നുണ്ട്. സർക്കാരിൽ നിന്നോ കോടതിയിൽ നിന്നോ പ്രതികൂലമായിരിക്കുന്ന നടപടികൾക്കും സാധ്യത കാണുന്നു. രാഷ്ട്രീയ രംഗത്തുള്ളതായിരിക്കുന്ന വ്യക്തികൾക്ക് പക്ഷേ അനുകൂലമായിരിക്കുന്ന സമയമാണ്. പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. പൊതുപ്രവർത്തനങ്ങൾക്ക് വേണ്ടി ധനവും സമയവും ചെലവഴിക്കുവാനും സാധിക്കുന്നതാണ്. തുടർന്നു പോരുന്ന പല കാര്യങ്ങളിൽ നിന്നും പിന്മാറുവാൻ ശത്രുക്കൾ പ്രേരണ ചെലുത്തുമെങ്കിൽ പോലും അതിനെല്ലാം തന്നെ ധീരമായിട്ട് നേരിട്ട് തോൽപ്പിക്കുവാനും നമുക്ക് സാധിക്കുന്നതാണ്. വീഴ്ചാഭയം കാണുന്നത് കൊണ്ട് തന്നെ ഇരുചക്ര വാഹനം ഓടിക്കുന്നവരും അപകടകരങ്ങളായിരിക്കുന്ന മറ്റു പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നതായിരിക്കുന്ന വ്യക്തികളും ശ്രദ്ധിക്കേണ്ടതാണ്. ദോഷപരിഹാരാർത്ഥമായി ശിവങ്കിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും മൃത്യുഞ്ജയ അർച്ചന വഴിപാട് നടത്തുന്നതും മൃത്യുഞ്ജയ യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ്. പുണർദം നക്ഷത്രം. ഈ വർഷത്തെ പുണർദം നക്ഷത്രം ആദ്യ ഷൽക്കത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഗുണകരമാണ്. രാജകീയ ബഹുമാന സ്ഥാനലബ്ധി, വിദേശ യാത്രാഭാഗ്യം, നവീന ഗൃഹനിർമ്മാണ യോഗം തുടങ്ങി നിരവധി സൽഫലങ്ങൾ ഈ വർഷത്തിൽ അനുഭവമാകും. മുടങ്ങിക്കിടന്നിരുന്നതായ പദ്ധതികൾ പുനരാരംഭിക്കാനുള്ളതായിരിക്കുന്ന ശ്രമവും വിജയിക്കുന്നതാണ്. മനസ്സിൽ ഉദ്ദേശിച്ചിരുന്ന പല കാര്യങ്ങളും ദൈവാനുഗ്രഹം നിമിത്തമായിട്ട് സാധിക്കും. കുടുംബത്തിലും സമാധാനപരമായിരിക്കുന്ന അന്തരീക്ഷം നിലനിൽക്കും. വിവാഹാദി മംഗളകാര്യ സിദ്ധി, ഇഷ്ട ബന്ധുജന സമാഗമം തുടങ്ങിയവയും പ്രതീക്ഷിക്കാം. സജ്ജനങ്ങളുടെ പ്രശംസയ്ക്കും യോഗം കാണുന്നു. കുടുംബ സ്വത്ത് ലഭിക്കുവാനോ ഊഹക്കച്ചവടത്തിലോ അല്ലെങ്കിൽ ലോട്ടറിയിലോ ഭാഗ്യം കടാക്ഷിക്കുവാനോ ഈ വർഷത്തിൽ യോഗമുണ്ട്. വീട് വിട്ട് താമസിക്കേണ്ടതായിരിക്കുന്ന ഒരു സാഹചര്യങ്ങളും വന്നു ചേർന്നേക്കാം. സഹായികൾ നിമിത്തമായിട്ടോ അല്ലെങ്കിൽ സഹോദര സ്ഥാനീയരാലോ പ്രതിസന്ധികളും ഉണ്ടാകുവാൻ ഇടയുണ്ട്. മനസ്സറിവില്ലാത്ത കാര്യങ്ങളുടെ പേരില് കുറ്റാരോപണം കേൾക്കുവാനുള്ളതായിരിക്കുന്ന ഒരു സാധ്യതയും കാണുന്നു. സാമ്പത്തികമായി നിലനിന്നിരുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനും കഴിയുന്നതാണ്. രക്തസംബന്ധമായും ഹൃദയ സംബന്ധമായും ഉള്ളതായിരിക്കുന്ന അസുഖങ്ങൾക്കും സാധ്യത ഈ വർഷത്തിൽ പൊതുവെ കാണുന്നു. മനസ്സിൽ ശുഭചിന്തകൾ നിറയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദോഷപരിഹാരാർത്ഥമായി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും തുളസിമാല വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും സമ്മോഹന യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണം ചെയ്യും. പൂയം നക്ഷത്രം. വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ സഫലമാകും. കർമ്മരംഗത്തിൽ ഉയർച്ച, മേലാധികാരികളുടെ പ്രശംസ, സഹപ്രവർത്തകരുടെ അംഗീകാരം തുടങ്ങിയ സൽഫലങ്ങളും ഇവരെ തേടിവരും. നേതൃത്വ നിരയിലേക്ക് ഉയരുവാനും സാധിക്കുന്നതാണ്. കുടുംബപരമായി പക്ഷേ അല്പം ചില അസ്വസ്ഥതകൾ ഉണ്ടാക്കാം. അകാരണമായിട്ട് കലഹങ്ങൾ വന്നു ചേരുവാൻ ഇടയുള്ളത് കൊണ്ട് തന്നെ സംഭാഷണങ്ങളിലും മിതത്വം പാലിക്കണം. സഹോദര സ്ഥാനീയർ അകലുന്നതായി തോന്നിയേക്കാം. ആരോഗ്യപരമായിരിക്കുന്ന കാര്യങ്ങളിലും കാര്യമായുള്ള ശ്രദ്ധ വേണ്ടതായുണ്ട്. സർക്കാർ തലത്തിൽ നിന്നും അംഗീകാരങ്ങൾ തേടിയെത്തും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും കലാകാരന്മാർക്കും അനുകൂലമായിരിക്കുന്ന സമയമാണ്. വരുമാന വർധനവ് ഉണ്ടാകാമെങ്കിൽ കൂടിയും അനാവശ്യമായിരിക്കുന്ന ചിലവുകളും അതിനൊപ്പം തന്നെ വന്നു ചേരും. അതുകൊണ്ട് തന്നെ ഭൂമി മുതലായ സ്ഥിര സമ്പത്തുകളിൽ അവ നിക്ഷേപിക്കുവാൻ ശ്രദ്ധിക്കണം. പുതിയ ഗൃഹനിർമ്മാണ യോഗം, നവീന വാഹന ലാഭം, സൽസന്താന പ്രാപ്തി തുടങ്ങിയ സൽഫലങ്ങളും ഈ വർഷത്തിൽ അനുഭവത്തിൽ വരുന്നതാണ്. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും അനുകൂലമാണ്. കുടുംബത്തിലെ മുതിർന്നവർക്ക് പക്ഷേ ഈ വർഷം അത്ര കണ്ട് ഗുണപ്രദമല്ല. മറ്റുള്ള വ്യക്തികൾ ചെയ്യേണ്ടതായിരിക്കുന്ന ജോലികള് സ്വയം ഏറ്റെടുത്ത് പ്രവർത്തിക്കുക വഴിയായിട്ട് മനസ്സംഘർഷം വർദ്ധിക്കുവാനും ഇട കാണുന്നുണ്ട്. ദോഷപരിഹാരാർത്ഥമായി വിഷ്ണു ക്ഷേത്രത്തിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും പുരുഷ സൂക്ത പുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നതും രാജഗോപാല യന്ത്രം ദേഹരക്ഷയായി ധരിക്കുന്നതും ഗുണകരമാണ്.